ഹലോ. അപ്പോഴേ ഇന്ന് നമ്മളെ കടയിലത്തെ പാചകമൊന്നുമല്ല കേട്ടോ, വീട്ടിൽ വെച്ചുണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മച്ചി ഞങ്ങൾക്കൊരു കുമ്പളങ്ങ തന്നു വിട്ടില്ലായിരുന്നു. അപ്പം ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ, ബാക്കിയുള്ളതാണ് നമ്മൾ കടയിലേക്ക് കൊണ്ടുപോയിട്ട് മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ടത്തിലിട്ടെന്ന് പറയില്ലായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല, ഫുള്ളായിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു, എന്നിട്ട് കടകൾക്കും വേണ്ടിയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താണെന്നറിയാമോ, ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയായതുകൊണ്ട് ഈ തൊലി ഒലിക്കാനായിട്ട് ഭയങ്കര പാടുപെട്ട് ഞാൻ. അപ്പോൾ കുറച്ചെടുത്തിട്ട് വീട്ടിൽ അച്ചാർ ഉണ്ടാക്കി. ബാക്കി പിന്നെ കടയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി അനിയത്തിയ ആരെങ്കിലുമൊക്കെ എന്നെ തൊലി കളഞ്ഞിട്ട് തരുമല്ലോ എന്ന് ഓർത്തിട്ടാ, മടിയായിട്ടാണ്, വേറൊന്നുമല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നതാ, ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് കാശ്മീരി മുളക് പൊടി, എരിവളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റേ കായപ്പൊടിയില്ലേ, കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാടൻ കുമ്പളങ്ങയാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അച്ചാർ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊക്കെ കിട്ടുള്ളൂ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയോളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം നേരം ഒന്ന് റെസ്റ്റ് കൊടുക്കാനൊന്നും നിർത്തിയില്ല കേട്ടോ കുമ്പളങ്ങനെ. ഞാൻ എന്ത് ചെയ്ത്, ചട്ടി അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഉണ്ടോ വെച്ചാൽ, ഇതിന് നല്ലെണ്ണയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ മിക്കപ്പോഴും അച്ചാറൊക്കെ ഉണ്ടാക്കണ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാവും. എനിക്ക് നല്ലെണ്ണയുടെ ചൊവ അങ്ങനെ ഇഷ്ടമല്ല. നല്ലെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ അതേ തൊലി കളഞ്ഞ വെളുത്തുള്ളി അരിയാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇപ്പോൾ വിചാരിക്കും എന്താ എല്ലാവരും തൊലി കളഞ്ഞെല്ലാം എടുക്കും, പിന്നെ എടുത്ത് പറയണ എന്തിനാന്ന് ഓർക്കണ്ട. ചില സമയത്ത് ഞാൻ തൊലി കളയാണ്ടും ഓരോന്ന് ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും, പിന്നെ 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്താണെന്നറിയാമോ അരിയാണ്ട് ഇട്ടേക്കണത്, ഈ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ട് ഈ ഒരു അച്ചാറ് കിടക്കുമ്പോൾ വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ തന്നെ ഇട്ടേക്കണേ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ മിക്സ് ചെയ്ത് വെച്ചേക്കണല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആരെങ്കിലും കുമ്പളങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണുണ്ട്. ഉണ്ടാക്കിയ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു കുമ്പളങ്ങ അച്ചാറിന്. ഇനി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആവിയേറ്റെടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളത് മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊക്കെ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആ പുളിയും ഉപ്പും എരിവൊക്കെ ആകുമ്പോൾ ഇച്ചിരി പഞ്ചസാരയുടെ ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു കുമ്പളങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ആദ്യമായിട്ടാണെങ്കിൽ പോലും ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചേട്ടായി പറയണേ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്കത് വൈകുന്നേരം നുറുക്ക് ഗോതമ്പ് മേടിക്കടി, അപ്പം നമുക്ക് ഈ അച്ചാറും കൂട്ടി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കണേണ്. സത്യം പറയുന്നേ, കടയിൽ ഞാൻ ഊണിന് വേണ്ടി സവാളയും പച്ചമുളകും അങ്ങനെ പറയാമെന്നില്ല കേട്ടോ. കാരണം എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കും. അത് ഞാൻ വീഡിയോ ഇട്ട് ഇടാം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഒരു ചമ്മന്തി ഉണ്ടാക്കിയിന്ന്, സ്പെഷ്യൽ ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഇന്ന് ചേട്ടായി അത് ഊണ് കഴിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കേട്ടി അടിപൊളി ടേസ്റ്റാണല്ലോ ഒരു ചമ്മന്തിക്ക്, നിനക്കിത് വീഡിയോ പിടിച്ചിട്ടൂടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല ചേട്ടായി, ചമ്മന്തിയൊക്കെ എങ്ങനെ വീഡിയോ പിടിക്കാൻ പറഞ്ഞേ. അതിനെന്താ, നീ അങ്ങോട്ട് വീഡിയോ പിടിച്ചിടുന്നു പറഞ്ഞു. എന്നാൽ പിന്നെ നാളെ ഏട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചുകൊണ്ടിരിക്കണേണ്. അപ്പം നാളെ നമുക്ക് ചമ്മന്തിയുടെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കുമ്പളങ്ങയ്ക്ക് ഇനി മേടിക്കുമ്പോൾ ഒരു കഷ്ണം കൊടുത്തിട്ടേ ഇതേപോലെ ഉണ്ടാക്കിക്കോടോ, അത്രയും ടേസ്റ്റാണ്. അപ്പം ഇനി പറയണില്ല, പിടിക്കണില്ല കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയാണ് കേട്ടോ. താങ്ക് യു.